നമ്മുടെ എല്ലാം സഹപ്രവർത്തകനായിരുന്ന വിനു നമ്മളെ വിട്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ മരണത്തിലെ ദുരൂഹത ഇന്നും വെളിച്ചത്ത് വരാതെ ഇരുട്ടിന്റെ മറവിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇതിന് ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രതിഷേധിച്ച് മാധ്യമ സുഹൃത്തുക്കൾ വിനുവിന് നീതി വേണം എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധം നടത്തി. വിനുവിൻ ജീവന് നീതി വേണം. നീതി വേണം. നീതി വേണം. നീതി വേണം പോലീസ്. ജീവന് നീതി വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിനു നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ 1 മാസത്തിന് മുകളിലായി. വിനു ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് വിനുവിന് ഈ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് എന്തുകൊണ്ട് എളമക്കര പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എളമക്കര പോലീസുകാർ എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കും, അല്ലെങ്കിൽ അവർ ഈ പ്രതികളെ കണ്ടുപിടിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികളെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നിമിഷ നേരം കൊണ്ട് അല്ലാത്ത കേസുകൾക്കൊക്കെ അവർ നടപടികൾ എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് മുമ്പ്, ഏതാനും ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഇടപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ എന്തോ ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി വന്നതാണ് എളമക്കര പോലീസ്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറാമാൻ, ഒരു മീഡിയയിലെ ക്യാമറമാൻ, അവർ കാണിക്കുന്ന അന്യാതി അതൊന്ന് ഷൂട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആ പയ്യനെ രാത്രി തന്നെ എളമക്കര പോലീസ് എന്തോ കൊലപാതക കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോണ രീതിയിൽ തന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി. ആളുടെ കയ്യിലിരുന്ന 1.5 ലക്ഷം രൂപയും 2 ഐഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചു വയ്ക്കുകയും അത് നിങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് രാത്രി 2 മണിക്ക് പിടിച്ചുകൊണ്ടുപോയവരെ പിറ്റേ ദിവസം 4 മണി വരെ ഇരിക്കാൻ പോലും സമ്മതിക്കാണ്ട് എളമക്കര പോലീസ് അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളൂ, ഫോൺ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് വിനുവിനെ മരണത്തിന് കാരണക്കാരായവരെ എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാം. ഞാൻ ആ ഒരു നിലപാട് തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകനായ ആ പയ്യന് വേണ്ടിയിട്ട് പറയുന്നത്. പോലീസിന്റെയും നിയമത്തിന്റെയും ഭാഗത്തുനിന്ന് നീതി കിട്ടും വരെ ഈ പോരാട്ടം തുടരുമെന്നും മാധ്യമ സുഹൃത്തുക്കൾ അറിയിച്ചു. പ്രതിഷേധം